ഹായ് ഫ്രണ്ട്സ് സ്റ്റോറിയിട്ട് പോവാം. ജിന്നിൻ്റെ യഥാർത്ഥം നോക്കുമ്പോൾ ജിന്നി കണ്ട് ഷോക്കായിരുന്നു. പ്രൊപ്പോസ് ചെയ്യുന്ന നോക്കാണ്. അപ്പോൾ ജിന്ന് പറയാൻ തുടങ്ങി, സോറി മാ, എനിക്ക് ഓൾറെഡി ഫിയാൻസി ഉണ്ട്, എനിക്ക് എന്നെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല, എൻ്റെ മനസ്സിൽ ഒരാളുള്ളത് എന്ന് പറഞ്ഞ് ജിന്ന് അവിടുന്ന് പോയി. ആദ്യം ആ സോഫിയിൽ വീട് ബ്ലോൾ ബോയ് പൊട്ടിപ്പോയി. കുട്ടി ഹാർട്ട് പൊട്ടിപ്പോയി. സോഫിയ സാഡായിട്ട് പോകാൻ തുടങ്ങി. ഹീറോയ്ക്ക് ഷോക്ക്. എന്താ ഗേൾ ഫ്രണ്ട് ഉണ്ടോ? ഫിയാൻസിയാ? എൻ്റെ വൈഫാ? ഒന്നും മനസ്സിലാകുന്നില്ലല്ലോ എന്ന് പറയുന്നു. ഹീറോയുടെ ഫ്രണ്ട്സ് ചിരിക്കായിരുന്നു. അതടി ജിന്നു സാർക്ക് ആളുണ്ട്, കൺഫേം ആയി എന്ന് പറഞ്ഞു ഹീറോയുടെ ഫ്രണ്ട്സൊക്കെല്ലാം ബേജറായി. നമ്മളാരോ ചെന്നയിച്ചു പോയി ഈ സാറിനെ. ഈ സാർക്ക് ഗേൾ ഫ്രണ്ട് അല്ല വൈഫാ എന്നെ ഉണ്ട്. അങ്ങനായിട്ട് അതായിട്ട് പോയത്. അപ്പോൾ നമുക്ക് പിന്നോ സാറിന് കാണാൻ പോയി. അവിടെ ആ ഷുഗ പോകുന്ന കണ്ട്, ഷുഗയുടെ പുറകിൽ ഒരു ഗേൾ പോകുന്ന കണ്ട്. ഇത് മേഘൻ സീനിയർ അല്ലേ? അതെ, 2 ഗേൾസിന് പ്രൊപ്പോസ് ചെയ്യാൻ ഞങ്ങളുടെ ക്ലാസ്സിൽ. അങ്ങനെയായിട്ട് അമ്മേ സോഫിയൻ്റെ ഗേൾ ഫ്രണ്ട് അല്ല, സോഫിയയുടെ ഫ്രണ്ട് ഉണ്ടായിരുന്നു എന്ന് അശ്വതിയെ. അങ്ങനെ അശ്വതി പ്രൊപ്പോസ് ചെയ്ത് അങ്ങനായിട്ട് സുഖം മുറുക്കായിരുന്നു. അതുകൊണ്ട് അപ്പം തീർത്തു മതി. സീനിയർ മേക്കണ്ട വന്നു. ഹായ് സർ, എനിക്ക് നിങ്ങളെ ഇഷ്ടമാണ് എന്ന് പറയുമ്പോൾ ഷുഗ പറഞ്ഞു സ്റ്റോപ്പ്, ഇൻട്രസ്റ്റില്ല, എനിക്ക് ഓൾറെഡി എൻ്റെ പാർട്ട്ണറുണ്ട്, എനിക്ക് പിടിച്ചാൽ മതി, എൻ്റെ വൈഫുണ്ട്, സോറി മാ, എനിക്ക് ഇൻട്രസ്റ്റ് ഇല്ല, എനിക്ക് ഫിയാൻസി ഉണ്ട്, പറഞ്ഞു കേൾക്ക് എന്ന് പോയി ഷുഗ പോയായിരുന്നു. ഷുഗ അവർക്ക് തിരിഞ്ഞു നോക്കിയിട്ട് പോയായിരുന്നു. അതെ, ഹീറോയ്ക്ക് ഒന്നും മനസ്സിലായില്ലേ? സാറിനെ തിരിഞ്ഞു നോക്കി പോകുന്നു. അതെ, ആ ഷുഗ നോക്കിയിട്ട് ചിരിച്ചിട്ട് പോയായിരുന്നു. ഷുഗക്ക് അതെ ഹീറോയിനെ നോക്കിയായിരുന്നു ഷുഗ, അതുകൊണ്ട് ചിരിച്ചിട്ട് പോയത്. അപ്പം ശരി, ഓക്കെ, ഇതും ഒക്കെ ആയി പോയി. ഏയ് എന്ന് പറഞ്ഞ് പൂജോടി വന്നു. എടി ആറം പ്രൊപ്പോസ് ചെയ്യാൻ പോവാ. എന്താ ആറം സാർക്കാ? അങ്ങനെ ആറം സാർക്ക് പ്രൊപ്പോസ് ചെയ്യാൻ പോയായിരുന്നു. ആറം സാർക്ക് എന്തടി ആറം സാറത്തെ കാണുന്നില്ലല്ലോ എന്ന് പറയായിരുന്നു. ഞാൻ ആറം സാർക്ക് പ്രൊപ്പോസ് ചെയ്യാൻ പോകുന്നു എന്ന് പറയായിരുന്നു. എന്നായിട്ട് ആറം സാർക്ക് എങ്ങനെ പ്രൊപ്പോസ് ചെയ്യാൻ പോകുന്നല്ലോ എന്ന് പറഞ്ഞ ഹീറോ തേടായിരുന്നു. അവിടെ നോക്കുമ്പോൾ ആറും പതാങ്ങ് അപ്പഴ കവലത്തൊക്കെ ഒരു അടി വെച്ച് അവിടുത്തെ ഷോക്കതൊക്കെ പറഞ്ഞേക്കുമ്പോൾ നിൻ്റെ പുറകെ നടക്കണ്ട, പഠിക്കുന്നതാണ്, എനിക്ക് പഠിക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ്, ലവ് പറഞ്ഞ വന്ന് ഞാൻ എന്നെ ഇടിച്ച് ചമ്മന്തിയാക്കും എന്ന് ആറമ്മ എടുത്തിയായിരുന്നു. പഠിക്കുന്നത് കഴിഞ്ഞിട്ട് നിനക്ക് ലവ് ആവേണോ എന്ന് ആറമ്മയൊക്കെ പറഞ്ഞായിരുന്നു. ഇത് കണ്ട് അപ്പം തെറിച്ചു ഓടി പോയി. ഇത് കണ്ട് ഹീറോയ്ക്ക് ചിരിക്കും വരായിരുന്നു. ആറമ്മ ഇങ്ങനെ തിരിഞ്ഞ് നോക്കുമ്പോൾ ഹീറോയിനെ കണ്ടായിരുന്നു. ആറാം നോക്കിയായിരുന്നു. എന്താ ഇവിടെ ചെയ്യുന്നത്? ഒന്നുമില്ല സാർ, ചുമ്മാ ഒന്ന് കാത്തുകൊള്ളാൻ വന്നതാ എന്ന് ഹീറോയി വരായിരുന്നു. ശരി, കാത്തുകൊള്ളാൻ വന്നത് ശരിയാ എന്ന് പറഞ്ഞ ആറാം അവിടുന്ന് പോയായിരുന്നു. ആരായിട്ട് ഹീറോയി ശരി അതിനായിട്ട് ഹീറോയി പറയായിരുന്നു. ഞാൻ ബാത്റൂം പോയിട്ട് വരാം എന്ന് ഹീറോയി പറഞ്ഞു പോയി. ആനായിട്ട് ബാത്റൂം പോകുമെന്ന് പറയായിരുന്നു. പ്രിയ നിൽക്കടി, ബാത്റൂം പോയിട്ട് വരുന്ന ശരി, അതിനായിട്ട് ബാത്റൂം പോയിട്ട് വരുന്നത്. അങ്ങനെ 2 പേർക്ക് ഫോൺ വന്നായിരുന്നു. അമ്മ കോളാ, എനിക്കും അമ്മ കോളാ, എന്താ അറിയില്ല. അങ്ങനെ ബാത്റൂമിൽ ആരും ഇല്ലായിരുന്നു. ഹീറോയി സാരിയുടെ ശരിയാക്കായിരുന്നു. ശരി എന്ന് പറഞ്ഞ് തിരിഞ്ഞു നോക്കുമ്പോൾ ഷോക്കായിരുന്നു ഹീറോയ്ക്ക്. എന്തായിടം നടക്കുന്നതെന്ന് ഹീറോയിന് മൂഡ് ചേഞ്ച് ആയിരുന്നു. അവിടെ ജിമ്മി നടക്കുക വെച്ചിട്ട് ഹീറോയിനെ നോക്കുമായിരുന്നു. ഒരുമാതിരി ലുക്ക് ഇടായിരുന്നു. ഹീറോയ്ക്ക് പേടിയായിരുന്നു. സാർ ഇങ്ങനെ എടുക്കാൻ നോക്കുന്ന സാർ, കുറച്ച് വൈമാറാൻ പറ്റുമോ? ഇത് ഗേൾസ് ബാത്റൂം, എനിക്കറിയോ ഗേൾസ് ബാത്റൂം എന്ന് ജിമ്മിന് ഒരു മാസം സ്മക്ക് ചെയ്തായിരുന്നു. എന്താ സാർ പ്രശ്നം എന്ന് പറയായിരുന്നു. എന്നെ ഹീറോയിനെ പിടിച്ച് അതൊക്കെ തല്ലി. നീ സിംഗിളാണോ കമ്മിറ്റാണോ? സാർ എന്ത് സാർ കേൾക്കുന്നത്? സോറി സാർ, എനിക്ക് ഇൻട്രസ്റ്റ് ഇല്ല സാർ, അങ്ങനെ ഒന്നും പറയാൻ പറ്റില്ല സാർ, എൻ്റെ മമ്മി ഡാഡി കാട്ടിച്ചെങ്ങനെ ഞാൻ കല്യാണം കഴിക്കും, ഞങ്ങൾക്ക് ആരും വരെ ലവും ഇല്ല ക്രഷും ഇല്ല സാർ, വിട്ടു സാർ. അത് ഹീറോയി പറഞ്ഞു, എനിക്ക് ആരും വരെ ലവും ഇല്ല, മമ്മി ഡാഡി കാട്ടുന്ന ചെക്കനെ ഞാൻ കല്യാണം കഴിക്കും, അല്ലാതെ എനിക്ക് സാർ നിങ്ങളും ഇൻട്രസ്റ്റ് ഇല്ല സാർ, എന്നെ വിട്ടു സാർ എന്ന് ജിമ്മിൻ്റെ തല്ലിയിട്ട് അവിടുന്ന് ഓടിപ്പോയി. അപ്പം രക്ഷപ്പെട്ടു. ഞാനിടിച്ചു അയ്യോ എന്ന് പറയാൻ തലവേദനിച്ച് ആയിരുന്നു. എന്ത് പ്രശ്നമുണ്ടോ? ഇല്ല സാർ, അതെ ഒന്ന് പറയാമെന്നായിരുന്നു. ഹീറോയുടെ കൈ പിടിച്ചു. അയ്യോ വീണ്ടും പ്രശ്നം വന്നു എന്ന് പറഞ്ഞാൽ പറയായിരുന്നു. എനിക്ക് നിന്നെ ഇഷ്ടപ്പെട്ടായിരുന്നോ? ഫോൺ നമ്പർ തരാൻ പറ്റുമോ എന്ന് കേൾക്കായിരുന്നു. ഇല്ല സാർ, എനിക്ക് ഫോണില്ല ഒന്നുമില്ല എന്ന് പറഞ്ഞാൽ അവിടുന്ന് ഒറ്റ പോയി. അപ്പം എത്തടി പറ്റി നമുക്ക് മച്ചി, ഇവിടെ എന്തോ ഒരു വ്യത്യാസമായിട്ട് നടക്കുന്നുണ്ടേടി, നടന്ന കാര്യം പറയായിരുന്നു. ഇത് കേട്ട ഫ്രണ്ട്സ് ഷോക്കായിരുന്നു. എന്താ അതടി മച്ചി, അതടി നടക്കുന്നത്, അതിൽ അണ്ണൻ്റെ വീട് ഒരുപാട് ചേഞ്ച് ആയിരുന്നു. എന്താനു? ഞാനൊരു കാര്യം പറയാം, ഷോക്കാകാനല്ല. എന്താ?
അതെടി അതിൽ ലാസ്റ്റത്തെ സാറില്ലേ അതെ സാറിൻ്റെ അനിയൻ ലാസ്റ്റായിട്ട് എന്നെ പറഞ്ഞ എടി ജങ്കുക്ക് എന്ന് പറയണ കേട്ടില്ലേ അതെ അത് ആ സാർ നിന്നെ തിന്നുന്ന പോലെ നോക്കിയടായിരുന്നു എന്തിനീ ഇത് പറഞ്ഞു നിന്റെ പോലെ കാണുന്നുണ്ടായിരുന്നടി നിന്നെ ഫോളോ ചെയ്ത് ഒരു വില ഇവിടേക്ക് വരൂടി എന്ന് പറയായിരുന്നു അതെ പറഞ്ഞു എത്രയായിരുന്നു അനു വന്നെത്തി അല്ല ഗേൾസ് എന്ന് പറയുന്നു ആ സാർ എന്ന് പറയുന്നു ജങ്കുക്ക് പറയുന്നു ആ നിനക്ക് ബോയ് ഫ്രണ്ട് ഉണ്ടോ നീ സിംഗിളാണോ ആ അങ്ങനെ ഡേറ്റ് ചെയ്ത് നോക്കാം എന്ന് ജങ്കൊക്കെ കേട്ടായിരുന്നു ഇത് കേട്ട് ഹീറോ പറയുന്നത് സോറി സാർ ഞാൻ മാരേജ് കഴിച്ച് എൻ്റെ ഹസ്ബൻഡ് കൂടെ ഡേറ്റിംഗ് പോകും സാർ സോറി സാർ എനിക്ക് ഇൻട്രസ്റ്റ് ഇല്ല എന്ന് പറഞ്ഞ് ഫ്രണ്ട്സിൻ്റെ അടുത്ത് ഒറ്റ ഓടിപ്പോയി ജങ്കൊക്കിനിരിക്കാണെങ്കിൽ എന്ത് പറ്റി ഇവൾക്ക് എന്ന് പറയുന്നു അങ്ങനെ ഹീറോയി അപ്പ ഇനി കോളേജൊക്കെ വേണ്ട എന്നെ കോളേജിൽ ചേഞ്ച് ആക്കാം എന്ന് മനസ്സിലിരിക്കായിരുന്നു എന്തടി പ്രശ്നം ഇല്ല മച്ചി എനിക്ക് ഏത് ലെറ്റർ വരാം എന്ന് പറയായിരുന്നു ഏത് ലെറ്ററിലേക്ക് നല്ല കവിത വരും മച്ചി എനിക്ക് പേടിയാവാം എന്ന് ഹീറോയി പറഞ്ഞ ലവ് ലെറ്റർ വരും പിന്നെ കത്ത് ഫ്ലവേഴ്സ് വരും എന്ന് പറയായിരുന്നു ഇത് കേട്ട് ഹീറോയിൻ്റെ ഫ്രണ്ട്സൊക്കെ ശരിക്കായിരുന്നു നമുക്ക് ഒരു ലെറ്റർ ഇല്ല മച്ചി നിനക്ക് എത്ര ലെറ്റർസ് വരും എന്ന് പറഞ്ഞ ഹീറോയിൻ്റെ ഫ്രണ്ട്സൊക്കെ ജലസാവാൻ തുടങ്ങിയായിരുന്നു ഇത് കേട്ട് ശരി ഓക്കെ ഇതിൽ മുങ്ങനെ ഒരേ ഒരു വഴിയുള്ളത് എന്ന് പറയുന്നു എന്താടി പറഞ്ഞത് നീ അർജുൻ പറഞ്ഞ നിൻ്റെ മമ്മീൻ്റെ ഫാമിലി നോക്കിയ ചെക്കൻ പറഞ്ഞ അതെ ഇല്ലടി നീ മാരേജ് കഴിച്ചോ എന്ന് പറയുന്നത് ഇച്ചിരി പറയുന്നത് എന്തിനാ അവനെ മാരേജ് കഴിച്ച് ഞാൻ എന്താ ചെയ്യുക നീ അവനെ മാരേജ് കഴിച്ച് നോക്ക് എൻഗേജ്മെൻറ്റ് പറഞ്ഞാൽ ചുമ്മാ വെറുതെ പറയും അതൊക്കെ എന്തിനാ ഞാൻ പറയണത് അങ്ങനെ ഹീറോ ടെൻഷനായിരുന്നു അങ്ങനെ ഹീറോ വീട്ടിൽ വന്ന് നോക്കുമ്പോൾ വീട്ടിൽ കുറേ ആളുടെ ഹീറോൻ്റെ ഫ്രണ്ട്സ് വീട്ടിൽ ചുമ്മാ വേണ്ടി വീട്ടിൽ വന്ന് നോക്കുമ്പോൾ ആ മോളെ എന്നമ്മ ആ കുറച്ച് ആളുകളുണ്ടായിരുന്നു അങ്ങനെ ബോയ്സ് 7 പേർ അകത്ത് വരുമ്പോൾ ഹീറോയ്ക്ക് ഹാർട്ട് അറ്റാക്ക് വന്നു എനിക്ക് മമ്മി ടീച്ചറിന് വന്ന ഇവിടെ ടീച്ചറാ വാ ഇരുന്നോ വാടി ബാബ റെഡി ആക്കിയിട്ട് കൊണ്ടുവരണം എന്നാൽ അമ്മ വഴി സാരി ഉടുപ്പിച്ച് നല്ല ക്യൂട്ടായിട്ട് റെഡി ആക്കിയിട്ട് വന്നിരുന്നു ഹീറോയ്ക്ക് ഓക്കെ പെണ്ണ് പിടിച്ചായിരുന്നു ഓക്കെയാണ് എൻഗേജ്മെൻറ്റ് റിംഗ് എൻഗേജ്മെൻറ്റ് വെക്കാം എന്ന് പറയായിരുന്നു എൻഗേജ്മെൻറ്റ് ഒരു പാർട്ടി മാതിരി വെക്കാം എന്ന്